ആ സ്ഥലത്തൂടെ ഇങ്ങനെ ഓടി. പിന്നെ ഈ ഉൾനാടുകൾ, ഈ പ്രദേശത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെല്ലാം നിരവധി റോഡുകളുണ്ട്. അതിലൂടെ എല്ലാം ചെല്ലുന്ന ഓരോ വലിയ ബംഗ്ലാവുകളിലേക്കാണ്, മാനർ ഹൗസുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വലിയ സമ്പന്നരുടെ ബംഗ്ലാവുകളിലേക്കാണ്. അങ്ങനെ കുറേ ഓടി ഒരു ജംഗ്ഷനിലെത്തുമ്പം ഒരു വെളുത്ത ലെക്സസ് SUV ആയിട്ട് സോമൻ അവിടെ കിടക്കുന്നുണ്ട്. സോമൻ ഫോളോ ചെയ്തോളാൻ പറഞ്ഞു. സോമൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ലാലു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സോമൻ ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞു, സോമൻ ഈ ആലഞ്ചേരിയെ പോലെ തന്നെ വലിയൊരു കഥയുള്ള മനുഷ്യനാണ്. കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ, കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം 80കളുടെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് സ്വന്തമായൊരു സംരംഭം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. കുറേ കാലം കുഴപ്പമില്ലാതെ ഓടിയെങ്കിലും ഏതോ ഒരു ഘട്ടത്തിൽ അത് വലിയ പ്രതിസന്ധിയിലായി, വലിയ കടബാധ്യതയിലേക്ക് പോയി. സോമന് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒരു ദിവസം സോമൻ ഭാര്യയെ ഈ സ്ഥാപനത്തിൽ ഇരുത്തിയിട്ട്, ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, രാവിലെ പകൽ സമയത്ത് ബാങ്കിൽ പോകും, 5 മണി കഴിഞ്ഞ് ഈ കടയിൽ വന്നിരിക്കും. ഭാര്യയും മക്കളെ അവിടെ ഇരുത്തിയിട്ട് സോമൻ അമേരിക്കയിലേക്ക് ചില സുഹൃത്തുക്കളുടെ, ചില ബന്ധുക്കളുടെ സഹായത്തോടെ അമേരിക്കയിലേക്ക് വരുന്നു. അമേരിക്കയിലെത്തിയ സോമൻ സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് കടക്കുന്നത്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടേതുപോലെ നിസ്വാർത്ഥമായി ഒരു പൈസയും ഉണ്ടാക്കാതെ കയ്യിൽ നിന്ന് കാശ് മാത്രം കളയുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിമിറ്റീവായൊരു ചിന്തയിലല്ല. അവിടെ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നത്. സോഷ്യൽ സർവീസ് പോലും പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. അതായത് ഓൾഡ് ഏജ് ഹോമുകൾ നടത്തുക, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. അതിനൊക്കെ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും ഫെസിലിറ്റികളുണ്ട്. നമ്മുടെ ഈ സർക്കാർ തന്നെ അനാഥാലയങ്ങൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ചൈൽഡ് ഹോമുകൾ നടത്തുന്നത് പോലെയോ അവർ